എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള പഞ്ഞിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ പഞ്ഞിയപ്പം നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ കഴിക്കാവുന്നതാണ്. ഈ അപ്പം എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ഞിയപ്പം എന്നാണ് അറിയപ്പെടുന്നത്. സന്നാസി എന്നും പറയാറുണ്ട്. ഇത് ഉണ്ടാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ എടുക്കുന്ന അളവുകൾ കറക്റ്റ് ആയാൽ മതിയാവും. അപ്പോൾ എങ്ങനെയാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടുവരാം. പഞ്ഞിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ ദോശക്കും ഇഡലിക്കൊക്കെ എടുക്കുന്ന പച്ചരിയാണ് വേണ്ടത്. ഇതിന്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ല പോലെ കഴുകി ഏകദേശം ഒരു 5-6 വെള്ളത്തിൽ കഴുകി വെള്ളം ക്ലീൻ ആകുന്നവരെ കഴുകി എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പോലെ കഴുകാൻ പറയുന്നത് ഈ അരിയിലുള്ള പശയൊക്കെ നല്ല പോലെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 6 വെള്ളത്തിൽ കഴുകി എടുത്തു വന്നിട്ടുണ്ട് അരിയും ഉഴുന്നും. ഇനി ഇതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെക്കാം. ഒരുപാട് അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഏകദേശം ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കണം. കാരണം നമ്മളിത് നല്ല വെള്ളം ഒഴിച്ചെടുക്കാൻ പറയുന്നത് ഈ വെള്ളത്തിൽ തന്നെയാണ് അരി അരച്ചെടുക്കുന്നത്. അരിയും ഉഴുന്നും ഒരു 5 മണിക്കൂർ നേരം കുതിരാനായിട്ട് മാറ്റി വെക്കാം. നമ്മളിത് രാവിലെയാണ് അരക്കുന്നതെങ്കിൽ രാത്രി കുതിർത്ത് വെക്കണം. അരിയും ഉഴുന്നും കുതിരാൻ വെച്ചിട്ട് ഇവിടെ 5 മണിക്കൂർ ആയിട്ടുണ്ട്. നല്ല പോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിത് അരച്ചെടുക്കാം. അരക്കാനായിട്ട് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ജാറിലേക്ക് കുതിർത്തി വെച്ചിട്ടുള്ള അരിയും ഉഴുന്നും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ 2 തവണയായിട്ട് അരച്ചെടുക്കാം. ഞാൻ ഇത് ഒരു പ്രാവശ്യമാണ് അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുത്തരിയുടെ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് എടുക്കുമ്പോൾ പഴയതൊന്നും എടുക്കരുത്, പുതിയത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അരക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരി കുതിർത്തിയ വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂടിപ്പോവരുത്. അരി ഉഴുന്നും മുങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. കൂടിപ്പോയാൽ ബാറ്റർ ലൂസായി പോകും. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചൊരു വലിയ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി മാവ് ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ദോശ മാവിനേക്കാളും ഇഡലി മാവിനേക്കാളും കുറച്ച് ലൂസായ മതി നമ്മുടെ മാവ്. കട്ടിയായി പോയാൽ നമ്മളെ സന്നാസ് കറക്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പൊ ഇതാ ഈ ഒരു പാകത്തിലാണ് മാവ് വേണ്ടത്. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു 4 മണിക്കൂർ നേരം പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടും. ഇതിപ്പോ മാവ് പൊങ്ങാൻ വെച്ചിട്ട് ഇവിടെ ഒരു 4 മണിക്കൂർ ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല പോലെ തന്നെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഒരു തവിയിൽ കുറച്ച് മാവ് എടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ആ സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഉപ്പിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ ഉപ്പ് എത്തും. ഉപ്പ് നല്ല പോലെ മാവിൽ മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്യാം. ചെറുതായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് ഇളക്കി എടുക്കണ്ട. അപ്പൊ ഇതിന്റെ ബബിൾസ് പോവും. സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. നിങ്ങളെടുത്ത് ഇതുപോലുള്ള പാത്രം ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ വട്ടയപ്പൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതോ അല്ലെങ്കിൽ ചെറിയ പ്ലേറ്റോ എടുത്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. എണ്ണ തടയുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്ന് തന്നെ അപ്പം ഇളക്കിയെടുക്കാൻ പറ്റും. എല്ലാ ഭാഗത്തും നന്നായിട്ട് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പം സ്റ്റീം ചെയ്യാനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അത് ഇതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചൊന്ന് ചൂടായ ശേഷം മാവ് ഒഴിക്കുകയാണെങ്കിൽ നമ്മൾ അപ്പം പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യില്ല. അപ്പോൾ ഇത് പാത്രം ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1.5 തവിയോളം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. പൊങ്ങി വരും നന്നായിട്ട്.
ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ആവി കയറ്റിയെടുക്കാം. അപ്പം വേവിക്കാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തുറന്ന് നോക്കാം. നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് വെന്തിനെ നോക്കാം. നമ്മളിങ്ങനെ കുത്തുന്ന സമയത്ത് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എടുത്തു മാറ്റാം. തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നല്ല പോലെ തണുത്ത് വരട്ടെ. പഞ്ഞിയപ്പം തണുത്ത് വന്നിട്ടുണ്ട്. ചെറിയ ചൂടോടെ നമുക്കിത് ഇളക്കിയെടുക്കാം. കൈ കൊണ്ട് നമ്മളൊന്ന് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഇളകിപ്പോരും. ഇതാ കണ്ടില്ലേ? നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിടാം. ഇത് കണ്ടില്ലേ? നമ്മുടെ പഞ്ഞിയപ്പം അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. നമുക്കിത് ഓരോന്നും എടുത്ത് മാറ്റാം. കണ്ടില്ലേ? പാത്രത്തിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. അടുത്ത അപ്പം നമുക്ക് ഈ പാത്രത്തിൽ നിന്നും എളുപ്പത്തിൽ തന്നെ എടുത്തു മാറ്റാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നമുക്ക് ബാക്കിയുള്ളതും സ്റ്റീം ചെയ്തെടുക്കാം. അടുത്ത അപ്പവും തണുത്ത് വന്നിട്ടുണ്ട്. ചെറിയ ചൂടോടെ ഇളക്കിയെടുക്കാം. ഈ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് വിടുവിച്ചു കൊടുക്കാം. അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ പഞ്ഞിയപ്പം. പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം. വളരെ സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ പഞ്ഞിയപ്പം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഈ അപ്പത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും പഴയ പോലെ തന്നെ തിരിച്ചിങ്ങോട്ടേക്കും പോരും. അതാണ് ഈ ഒരു അപ്പത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ? അത്രയും നല്ല സോഫ്റ്റ് പഞ്ഞി പോലെയുള്ള അപ്പം ആയതുകൊണ്ടാണ് ഇതിന് പഞ്ഞിയപ്പം എന്ന് പറയുന്നത്. വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ഇതിന്റെ കൂടെ ചിക്കൻ കറിയോ മുട്ടക്കറിയോ ഉണ്ടെങ്കിൽ പൊള്ളിയായിരിക്കും. നമ്മളെ പഞ്ഞിയപ്പം ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയും. ഇതൊന്ന് നമുക്ക് മുറിച്ച് നോക്കാം. ഇതാ കണ്ടില്ലേ? അത്രയും നല്ല സോഫ്റ്റ് ആണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു പഞ്ഞിയപ്പം. ഈ പഞ്ഞിയപ്പത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒന്നും മറന്നു പോവരുത്. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. ഇനി അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.